കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യ സംഘാടകർ കീഴടങ്ങണം. മൃദംഗ വിഷൻ, ഓസ്കർ ഇവന്റ്സ് ഉടമകൾ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാനാണ് നിർദ്ദേശം. ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. അപകടത്തിൽ സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമത്തിനുള്ള വകുപ്പാണ് കൂട്ടിച്ചേർത്തത്. സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, മൃദംഗ വിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം, ഓസ്കർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. പരിപാടിയിലെ സാരി വിവാദത്തിൽ മറുപടിയുമായി കല്യാൺ സിൽക്സും രംഗത്ത് വന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തോടുകൂടിയുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു വശത്ത്, ഒപ്പം സാരി വിവാദത്തിലടക്കം കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് തരത്തിലാണ് സംഘാടകർ പല വഴിക്കായി തന്നെ കുറ്റക്കാരാണ് എന്ന് കൂടുതൽ വ്യക്തമാകുന്നത്? അതെന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഇന്നലെ അറസ്റ്റ് ചെയ്ത, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സ്റ്റേജ് നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷന്റെ സിഇഒ ഷമീർ അബ്ദുൾ റഹീം, അതോടൊപ്പം തന്നെ മറ്റു 3 പേരെയും ഇന്നലെ കോടതി ഇന്നലെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഇവർക്കെതിരെ ജാമ്യം ഇല്ല വകുപ്പ് പ്രകാരം കൂടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. BNS 110 കൂടി ചേർത്ത്, അതായത് മരണം വരെ സംഭവിക്കാവുന്ന കുറ്റം ചെയ്തു എന്ന വകുപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജാമ്യമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവരെ കോടതിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൃദംഗ വിഷൻ സിഇഒ ഷമീർ അബ്ദുൾ റഹീം, ഇവന്റ് ഇന്ത്യ പ്രൊപ്പറേറ്റർ MT കൃഷ്ണകുമാർ, സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, ഇവരെ 3 പേരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൂടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഇന്ന് രാവിലെ വരെ ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു. ഇതിനെതിരെ UDFന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു. നേരത്തെ BNS 125, 125B, KP 118 എന്നീ വകുപ്പുകൾ മാത്രമായിരുന്നു. അതായത് ഒരു മനുഷ്യനെയോ മറ്റുള്ളവരെയോ ഈ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുക എന്ന വകുപ്പ് മാത്രമായിരുന്നു ചുമത്തിയിരുന്നത്. ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പായിരുന്നു. പക്ഷേ ഈ വിവാദമായതിനെ തുടർന്ന്, വലിയ പ്രതിഷേധം നേരിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പുകൾ കൂടി ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ഈ മൃദംഗ വിഷന്റെയും ഓസ്കാർ ഇവന്റിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് എന്നായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുവരോടും വ്യാഴാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങണം എന്നൊരാവശ്യം കൂടി, എന്ന ഒരു ഉത്തരവ് കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിധത്തിലും ഈ സംഘാടകർക്ക് ഊരിപ്പോകാൻ കഴിയാത്തത്ര ബലപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഉമാ തോമസ് MLA പരിക്ക് അത് വലിയ രീതിയിൽ ഗുരുതരമാണ്. ഇപ്പോഴും ആ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൂടി